പറങ്ങാണ്ടി മുന്തിരി ഇരിപ്പുണ്ട്. അങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി. അമ്മേ നല്ല അടിപൊളി ബിരിയാണി, സൂപ്പറാ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അനുപ്പയുടെ ബർത്ത്ഡേയാണ്. ഞാൻ ഓർത്തു ഒരു ബിരിയാണി വെച്ച് കൊടുക്കാം. കേക്കൊന്നുമില്ല, ഒരു ബിരിയാണി മാത്രം ഉച്ചയ്ക്ക്. അപ്പോൾ റീച്ചാനാണെങ്കിൽ ചിക്കൻ വാങ്ങിക്കാൻ അവിടെ പോയേക്കുക. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണാം. ഇന്നത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ പാലൊക്കെ കണ്ടായിരുന്നു. പോരടി, താഴേന്ന് കരിയാപ്പില പിടിക്കാൻ ഒരാങ്കിള് വന്നു, അതിന് കുറയ്ക്കുന്ന കണ്ടേന്. പോട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഓ, ഇനി അവര് വീട്ടിൽ ചെന്നാലും ഇവിടെ കരദിക്കുന്നില്ല. പിങ്കിയുടെ കൊര കണ്ട അമ്മ ജനിക്കുന്നത്. ഓ, നിർത്തത്തില്ല ഇനി. പിങ്കായേ എൻ്റെ പൊന്നിങ്ങി പോര്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പാലപ്പവും മുട്ടക്കറിയുമാണ്. അപ്പം അമ്മ എനിക്കാണെങ്കിൽ ഒരു ഫ്ലവർ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആയില്ല, അടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, അടങ്ങ രാമൻകുട്ടി, അടങ്ങ. ഒന്നും അയ്യോ അപ്പ വന്നെന്ന് തോന്നുന്നു. പിങ്കി ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. ഇവിടെ മസാജിങ് ആയിരുന്നു. കണ്ടോ അപ്പാടെ അടുത്ത് ഞാൻ ആദ്യം ചെന്നെന്ന്. അതാണ് പറയുന്നത്. കണ്ടോ ഇവള് കാണിക്കുന്ന പണികള്. ഓ, വാലിപ്പ പറഞ്ഞു പോവും. എന്നും കാണുന്ന സ്നേഹപ്രകടനം. കണ്ടോ ചേച്ചിക്കൊരു ഉമ്മതാ. ചേച്ചിയുടെ ബർത്ത്ഡേ മോനൊരു ഉമ്മത. ഉമ്മ കിട്ടി. അമ്മ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. സവാളയും തക്കാളിയും ഒക്കെ ഇപ്പം വഴറ്റുക ചിക്കന് വേണ്ടി. ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, ഇത് ഇത്രയും വെച്ചാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത്. നമ്മൾ ഇന്നാണ് ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട്, സിമ്പിൾ ചിക്കൻ ബിരിയാണി നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പം ഇതിൻ്റെ അകത്ത് മസാലകൾ ഇട്ട് കൊടുക്കും. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ്. അപ്പം നമ്മൾ തയ്യാറാക്കി ആ സവാളയുടെയൊക്കെ മസാലയ്ക്കകത്ത് ചിക്കൻ ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ആണെങ്കിൽ ഇവിടെ 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ റൈസ് എടുത്ത് ഈ ചിക്കൻ്റെ അകത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആവി കയറ്റി എടുക്കാം. അപ്പോൾ എല്ലാം ആവി കയറി റെഡിയായി വരുമ്പോഴത്തേക്ക് ബാക്കിയുടെ റൈസ് നമുക്ക് വെന്ത് കിട്ടും. പറങ്ങാണ്ടി മുന്തിരി ഇരിപ്പുണ്ട്.
ഇങ്ങനെ മുറിച്ച് വെച്ചപ്പോൾ തൊട്ട് അമ്മ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. സവാള ഫ്രൈ ആക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ബിരിയാണിയുടെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ഇടുക. ഇനി ഇതിൻ്റെ അകത്ത് മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തതും സവാള വറുത്തതും ഇട്ട് കൊടുത്താൽ ബിരിയാണി റെഡി. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അമ്മയാണേൽ ചോറാണേ മേളിൽ നിന്നെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൻ്റെ അടിയിലല്ലേ ചിക്കനുള്ളേ, അതുകൊണ്ട് അങ്ങനെ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി. നമ്മളങ്ങനെ ബിരിയാണി കഴിക്കാനെടുത്തേ. ഹാപ്പി ബർത്ത്ഡേ. അപ്പയുണ്ട്. എങ്ങനെയുണ്ട് അപ്പ? അടിപൊളി. ഇനി അമ്മ പറയാം എങ്ങനെയുണ്ട്? നല്ലതാ. പിങ്കി കുഞ്ഞു ഉണ്ട് കേട്ടോ. ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ മോന്? പൊന്നിന് ഇഷ്ടപ്പെട്ടോ? അവളെ ബിരിയാണി തിന്നത്തില്ലല്ലോ, അവളോട് പിന്നെ ബിരിയാണി സൂപ്പറാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ നാരങ്ങാച്ചാറുണ്ട്, സലാഡുണ്ട്, പപ്പടമുണ്ട്. ഇതിൻ്റെ അകത്ത് ചിക്കനും ഉണ്ട്. ചിക്കൻ കണ്ടാ ചിക്കൻ. അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കാം. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല മസാലയുണ്ട്. പിന്നെ ഇടയ്ക്ക് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് കടിക്കാനും ഉണ്ട് ആവശ്യത്തിന്. കുറച്ച് സലാഡ്, നാരങ്ങ അച്ചാർ, കുറച്ച് പപ്പടൂടെ വെച്ച് നമുക്കിത് കഴിക്കാം. അമ്മേ, നല്ല അടിപൊളി ബിരിയാണി, സൂപ്പറാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മസാല, ചിക്കൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതാ. അറിഞ്ഞിടായിരുന്നു. ഇത് അതൊന്നും വേണ്ട. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാ. എന്താണെന്നറിയാമോ, നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ കൂടുതൽ പുരട്ടി വെച്ചില്ലേ തൈര്, അപ്പോൾ അതങ്ങ് പിടിച്ചു. അമ്മ കഴിച്ചു കഴിഞ്ഞു. നല്ല ബിരിയാണി, അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഞങ്ങൾ ബിരിയാണി വെച്ച് അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.